ബലൂൺ വിൽപ്പനക്കാരൻ്റെയും ചാച്ചാജിയുടെയും കഥ കേട്ടു നോക്കിയാലോ? ഒരിക്കൽ നെഹ്റു തമിഴ്നാട്ടിൽ ഒരു മീറ്റിങ്ങിന് പോവുകയായിരുന്നു. തെരുവിൻ്റെ രണ്ടു വശത്തും ആൾക്കാർ അദ്ദേഹത്തെ ഒരു നോക്കു കാണാൻ തിരക്ക് കൂട്ടി നിൽക്കുകയായിരുന്നു. നെഹ്റുവിനെയും വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം മുന്നോട്ട് നീങ്ങി. കുറെ മുന്നോട്ട് പോയപ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു നിരയും അതിൻ്റെ പുറകിൽ ബഹുവർണ്ണങ്ങളിലുള്ള ബലൂണുകൾ വഹിച്ചുകൊണ്ട് ഒരു ബലൂൺ വിൽപ്പനക്കാരനെയും കണ്ടു. ബലൂണുകൾ മാത്രം ആകാശത്തുയർന്നു നിന്ന് അതിൻ്റെ ചരടുകൾ മാത്രം വിൽപ്പനക്കാരൻ്റെ കയ്യിലും. ഭംഗിയുള്ള ഒരു കാഴ്ചയായിരുന്നു അത്. പണ്ഡിറ്റ് ജി ഈ കാഴ്ച ശ്രദ്ധിച്ചു. പെട്ടെന്ന് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് ആ ബലൂൺ വിൽപ്പനക്കാരനെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. അയാൾ ഭയന്ന് വിറച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തി. എന്താണാവോ എൻ്റെ കുറ്റം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തെ താഴ്ന്നു തൊഴുതു. പണ്ഡിറ്റ് ജി അയാളുടെ കയ്യിൽ നിന്ന് ആ ബലൂണുകൾ വാങ്ങി അടുത്തു നിന്ന കുട്ടികൾക്ക് വിതരണം ചെയ്തു. തൻ്റെ സെക്രട്ടറിയോട് ബലൂണിൻ്റെ വില അയാൾക്ക് കൊടുക്കാനും പറഞ്ഞു. കിട്ടിയ ബലൂണുമായി തുള്ളിച്ചാടിയ ഒരു കൊച്ചു സുന്ദരിയെ ചാച്ചാജി പൊക്കിയെടുത്തു. നിഷ്കളങ്കമായ അവരുടെ ചിരിയിൽ അദ്ദേഹവും കൂട്ടുചേർന്നു. നെഹ്റുവിൻ്റെ കുപ്പായത്തിലെ റോസാപ്പൂവിൻ്റെ കഥയൊന്ന് കേട്ടാലോ? നെഹ്റു കുട്ടികളെ ഇഷ്ടപ്പെട്ടിരുന്നതുപോലെ പൂക്കളെയും ഇഷ്ടപ്പെട്ടിരുന്നു. ഒരിക്കൽ ഒരു കുട്ടി അദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ ഒരു നല്ല റോസാപ്പൂവ് കൊണ്ടുവന്നിരുന്നു. അത് അദ്ദേഹം കയ്യിൽ വാങ്ങാൻ തുടങ്ങിയപ്പോൾ കുട്ടി അദ്ദേഹത്തോടെ കുനിഞ്ഞിരിക്കാൻ പറഞ്ഞു. കുട്ടി താൻ കൊണ്ടുവന്ന റോസാപ്പൂവ് അദ്ദേഹം ധരിച്ചിരുന്ന കോട്ടിൻ്റെ പോക്കറ്റിൽ ഭംഗിയായി കുത്തിക്കൊടുത്തു. നെഹ്റുവിന് വളരെ സന്തോഷമായി. അദ്ദേഹം കുട്ടിയുടെ കവളത്ത് സ്നേഹപൂർവ്വം തട്ടി. അന്നു മുതലാണ് അദ്ദേഹം എപ്പോഴും ഒരു റോസാപ്പൂവ് തൻ്റെ കുപ്പായത്തിൽ ധരിച്ചു തുടങ്ങിയത്.